Hello friends, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മാൻപവർ പ്ലാനിംഗ് ഓർ HR പ്ലാനിംഗ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് മീനിങ്സ് എന്താ എന്നുള്ളത് നോക്കാം. മാൻപവർ പ്ലാനിംഗ് വിച്ച് ഈസ് ഓൾസോ കോൾഡ് as human resource planning consists of putting right number of people, right kind of people at the right place, right time, doing the right things for which they are suited for the achievement of goals of the organization. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾ, റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, ഡൂയിങ് ദി റൈറ്റ് തിങ്സ് ഫോർ വിച്ച് ദേ ആർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദി അറ്റൈൻമെൻറ്റ് ഓഫ് ഓവറോൾ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇൻ ദി വേർഡ്സ് ഓഫ് ബ്രൂസ് സി കോളം, manpower planning is a process of determining manpower requirement and the means for meeting this requirement in order to carry out the integrated plan of the organization. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് മാൻ പവർ റിക്വയർമെൻറ്റ് ഡിസൈഡ് ചെയ്യുകയല്ല, ഫോർകാസ്റ്റ് ചെയ്യുക മാത്രമല്ല, ആൻഡ് ദി മീൻസ് ഫോർ മീറ്റിംഗ് ദിസ് റിക്വയർമെൻറ്റ്, എന്തിനു വേണ്ടിയിട്ട്, ഓവറോൾ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇൻ ദി വേർഡ്സ് ഓഫ് ബ്രൂസ് സി കോളം പറയുന്ന manpower planning is a process of determining manpower requirement and the means for meeting this requirement in order to carry out the integrated plan of the organization. നെക്സ്റ്റ് നമുക്ക് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് HR പ്ലാനിങ്, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാൻ പവർ പ്ലാനിങ് ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പാൻഷൻ ഓഫ് പ്ലാൻ. നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, പല ഓർഗനൈസേഷനും എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ടു റിക്രൂട്ട് മോർ നമ്പർ ഓഫ് എംപ്ലോയീസ് വേണ്ടി വരും. അവിടെ ഒരു പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യും. അതായത് നമുക്ക് എന്ത് ചെയ്യണം, മോർ നമ്പർ ഓഫ് എംപ്ലോയീസ് ആവശ്യം വരുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ തന്നെ ട്രെയിൻ ചെയ്ത് ബെറ്റർ പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ പുതിയ ഫ്രഷ് ആയിട്ടുള്ള വ്യക്തികളെ പുറത്തുനിന്ന് എടുത്തിട്ട് ഹയർ പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യണോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വിത്ത് ദി എക്സ്പാൻഷൻ ഓഫ് പ്ലാൻ there is the need to recruit more number of employees, existing stock of personnel and future requirement of human resource should be ascertained when the decision for expansion of plant is taken. നെക്സ്റ്റ്, റിട്ടയർമെൻറ്റ് വേക്കൻസീസ്. റിട്ടയർമെൻറ്റ് വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദർ ആർ റിട്ടയർമെൻറ്റ്, ഡെത്ത്, ആബ്സെൻറ്റീസം, അത്തരത്തിലൊക്കെ വേക്കൻസീസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഒരു ഓർഗനൈസേഷനിൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ദേ ആർ ടു ബി റീപ്ലേസ്ഡ് ബൈ ന്യൂ എംപ്ലോയീസ്. അതും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഡീൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യണം, റിട്ടയർമെൻറ്റോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി വേക്കൻസീസ് കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഹയർ ചെയ്യാനുള്ള നടപടികളൊക്കെ ആരംഭിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. നെക്സ്റ്റ്, റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ. നമുക്കറിയാം, ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം തന്നെയാണ്. ലേബറിൻ്റെ കൊഴിഞ്ഞു പോക്ക്. ലേബർ ടേൺ ഓവർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ proper manpower planning. നമുക്ക് certain person will leave the organization by way of dissatisfaction or by getting a better job. അതുപോലെ തന്നെ എന്താണ്, ന്യൂ പേഴ്സൺ, ഇത്തരത്തിലുള്ള പല കൊഴിഞ്ഞു പോക്ക് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്യുറേറ്റ് ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ട് നമുക്ക് എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ എംപ്ലോയീസിനെ നമുക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് മുന്നോട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആബ്സെൻറ്റീസമൊക്കെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടക്ട് ചെയ്ത് കുറച്ച് വരാനൊക്കെ നമുക്ക് സാധിക്കും. നെക്സ്റ്റ്, റിഡക്ഷൻ ഇൻ ലേബർ കോസ്റ്റ്. നമുക്കറിയാം, മോഡേൺ കോമ്പറ്റീറ്റീവ് വേൾഡിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ചെറിയ മാറ്റങ്ങൾ ഡിമാൻഡിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും.
അപ്പം എന്താണ് അതിൽ ടോട്ടൽ കോസ്റ്റിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ് ലേബർ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഓവറോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം കൃത്യമായിട്ട് മാൻ പവർ പ്ലാൻ ചെയ്താൽ നമുക്ക് ലേബർ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ അല്ലേ, ലേബർ ഷോർട്ടേജ് അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷനൊക്കെ ബാധിക്കും. ആവശ്യമുള്ള ലേബേഴ്സ് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പ്രൊഡക്ഷൻ അത് സാരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് കൃത്യമായ മാൻ പവർ പ്ലാനിങ് നമുക്ക് എന്ത് ചെയ്യും, അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ എൻഷുവർ ചെയ്യും. നെക്സ്റ്റ് ടു മെയിൻറ്റെയിൻ ഗുഡ് ആൻഡ് എഫക്റ്റീവ് എംപ്ലോയർ റിലേഷൻഷിപ്പ്. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ മോഡേണൈസേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റാളേഷനൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ലേബർ എക്സസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്, കമ്പ്യൂട്ടേഴ്സ് ഒന്നിലധികം വ്യക്തികളുടെ ജോബ് നിർവഹിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ലേബേഴ്സൊക്കെ നമുക്ക് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ് ഫോർകാസ്റ്റ് ചെയ്ത് ട്രെയിൻ ചെയ്ത് എക്സസ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ റൈസിങ് വേക്കൻസിയിലേക്ക് പോസ്റ്റിംഗ് നടത്താൻ പറ്റും. അത്തരത്തിൽ പോസ്റ്റിംഗ് നടത്തുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, അവിടെയുള്ള കോൺഫ്ലിക്റ്റൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് ഒരു ഗുഡ് എഫക്റ്റീവ് എംപ്ലോയർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ഫ്രഷ് ബ്ലഡ് ഇൻ ദി ഓർഗനൈസേഷൻ. നമുക്കറിയാം പുതിയ സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് ഇൻസ്റ്റാളേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സൊക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, ഫ്രഷ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് ആവശ്യം വരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ പ്ലാൻ ചെയ്ത് നടത്താൻ HR പ്ലാനിങ് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടു ഡിറ്റർമൈൻ ഷോർട്ടേജ് ഓർ സർപ്ലസ് സ്റ്റാഫ്. കറൻറ്റ് സ്റ്റാഫ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി നമുക്ക് അസസ് ചെയ്യാൻ പറ്റും whether there is surplus or shortage of personnel in the organization. If there is shortage, it will affect the normal working of the organization അല്ലേ, പ്രൊഡക്ഷനൊക്കെ എന്ത് ചെയ്യും, സ്റ്റോപ്പേജ് ആയി പോവും. അതേ രീതിയിൽ if there is surplus, നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും അല്ലേ, ലേബർ കോസ്റ്റ് എന്ത് ചെയ്യും, കൂടുകയാണ് ചെയ്യുക. അത് നമ്മളെ പ്രോഡക്റ്റ് പ്രൈസിങ്ങിനെ ബാധിക്കും, ഫൈനലി നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ബാധിക്കും, പ്രോഫിറ്റിനൊക്കെ അത് ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് HR പ്ലാനിങ്. എക്സ്പാൻഷൻ ഓഫ് പ്ലാന്റ്, റിട്ടയർമെൻറ്റ് വേക്കൻസീസ്, റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ, റിഡക്ഷൻ ഇൻ ലേബർ കോസ്റ്റ്, അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ ടു മെയിൻറ്റെയിൻ ഗുഡ് ആൻഡ് ഇഫക്റ്റീവ് എംപ്ലോയർ റിലേഷൻഷിപ്പ്, ടു ഇൻട്രൊഡ്യൂസ് fresh blood in the organization, to determine shortage or surplus staff. നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക് കൂടി നോക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്, ഏറെക്കുറെ ഇത് തന്നെയാണ് അതിലും റിപ്പീറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അക്യുറേറ്റ് അസസ്മെൻറ്റ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്. കൃത്യമായിട്ട് നമുക്ക് മാൻ പവർ റിക്വയർമെൻറ്റ് അസസ് ചെയ്യാൻ പറ്റും. എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും, നമ്മുടെ റിട്ടയർമെൻറ്റ് വേക്കൻസീസ്, അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് വേക്കൻസീസും അതുപോലെ തന്നെ ഇൻസിഡൻസ് ലൈക്ക് ലേബർ ടേൺ ഓവർ, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് അസസ്മെൻറ്റ് ഓഫ് പേഴ്സണൽ റിക്വയർമെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ടു അസസ് കറക്റ്റ് മാൻ പവർ റിക്വയർമെൻറ്റ്. അതുപോലെ തന്നെ എക്സ്പാൻഷൻ മോഡേണൈസേഷൻ പ്ലാനുകളും ഒക്കെ വെച്ച് മാച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്യുറേറ്റ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സിൻ്റെ റിക്വയർമെൻറ്റ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എൻഷുർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഹ്യൂമൻ റിസോഴ്സ് ഫോർ അച്ചീവിങ് ദി ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. കൃത്യമായിട്ട് ആവശ്യമുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ സാധ്യമാവും. നെക്സ്റ്റ്, ഇൻവെൻറ്ററിങ് ഓഫ് പേഴ്സണൽ മീൻസ് കീപ്പിംഗ് വർക്കിംഗ് ഡീറ്റെയിൽസ് ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. നമ്മൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്നതിനാണ് എന്ത്, ഇൻവെൻറ്ററിങ് ഓഫ് പേഴ്സണൽ എന്നുള്ളത് മനസ്സിലാക്കുക. ദിസ് റെക്കോർഡ് ഷോസ് their educational qualification, training, personal skills, proficiency of job, etc. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ റെക്കോർഡ്സിൽ ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ഹെൽപ്സ് ഇൻ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. നമ്മൾ മനസ്സിലാക്കുക, HR പ്ലാനിങ്ങിന് ശേഷം ഹയറിംഗ് പ്രൊസീജിയേഴ്സിൻ്റെ മേജറായിട്ടുള്ള ചില ആക്ടിവിറ്റീസാണ് റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പം സൗണ്ട് പ്രൊസീജിയർ ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ക്യാൻ ബി ലേഡ് ഡൗൺ ത്രൂ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അപ്പം കൃത്യമായിട്ട് ഇത്തരം പ്രോസസ്സുകൾ നമുക്ക് HR പ്ലാനിങ് ഉണ്ടെങ്കിൽ നടപ്പിൽ വരുത്താൻ സാധ്യമാവും എന്ന് മനസ്സിലാക്കുക.
നെക്സ്റ്റ് ടു അവോയ്ഡ് ഇൻറ്ററപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ. നമുക്കറിയാം കൃത്യമായിട്ട് മാൻ പവർ ഷോർട്ടേജ് മനസ്സിലാക്കി അതിൻ്റെ സപ്ലൈ എൻഷുർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്ററപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടു അസസ് ദി സർപ്ലസ് ആൻഡ് ഷോർട്ടേജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ, നേരത്തെ പറഞ്ഞതാണ്, എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് സർപ്ലസ് ആണോ ഷോർട്ടേജ് ആണോ എന്നുള്ളത് നമ്മുടെ എക്സ്പാൻഷൻ പ്രോഗ്രാംസൊക്കെ മോഡേണൈസേഷൻ പ്രോഗ്രാംസൊക്കെ ജഡ്ജ് ചെയ്തിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ സർപ്ലസ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ലേബർ കൂടും, അതുപോലെ തന്നെ എന്താണ് ഷോർട്ടേജ് ആണെങ്കിൽ പ്രൊഡക്ഷനെ അത് ബാധിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ലാസ്റ്റ് വൺ, ടു മീറ്റ് ദി നീഡ്സ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാം. സപ്പോസ് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ HR പ്ലാൻ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റിനെ ഫോക്കാസ്റ്റ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊസീജിയേഴ്സൊക്കെ നടത്തി എംപ്ലോയീസിന് കറക്റ്റ് ടൈമിൽ സപ്ലൈ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. ഒന്നുകൂടി നോക്കുക. Accurate assessment of manpower requirement, optimal utilization of human resources, inventorying of personnel, helpful in recruitment, selection and training, to avoid interruption in production, to assess surplus or shortage of human resources, to meet the needs of expansion and diversification programs. നമ്മൾ HR പ്ലാനിങ് എന്നുള്ളൊരു വലിയ ടോപ്പിക്കാണ്. അതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ദെൻ അതിൻ്റെ മീനിങ്സ് ആണ് റൈറ്റ് പേഴ്സൺ റൈറ്റ് പ്ലേസിൽ റൈറ്റ് കൈൻഡ് ഓഫ് ജോബിൽ എന്ത് ചെയ്യാണ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, HR പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ മീനിങ്സ് ഡെഫിനിഷൻ പ്രൊവൈഡഡ് ബൈ ബ്രൂസ് സി കോളം. സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻസ് ആണ്. മീറ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റും അതുപോലെ തന്നെ എന്താണ്, അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് മാൻ പവർ റിക്വയർമെൻറ്റും ദെൻ ദ മീൻസ് ഫോർ മീറ്റിംഗ് ദിസ് റിക്വയർമെൻറ്റും അത് കൃത്യമായിട്ട് ഓർത്ത് മനസ്സിലാക്കുക. നെക്സ്റ്റ് നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് HR പ്ലാനിങ് ആയിരുന്നു. Expansion of plant, retirement vacancies, reduction in labor turnover, reduction in labor cost, uninterrupted production to maintain good and effective employee-employee relationship, to introduce fresh blood in the organization, to determine shortage or surplus staff. Okay, sir. Next നമ്മൾ need and importance, then objectives. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.